എടി അതെ ഈ അരിയില്ലേ അരി എണ്ണാൻ പറ്റുമോ? ഞാൻ എണ്ണി നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുൺ പ്രദീപ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് 1 മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ പേരാണ് ഫ്യൂ ലിറ്റിൽ. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ദ ഫ്യൂ ആയിരിക്കും. അതുമല്ലെങ്കിൽ ലിറ്റിൽ ആയിരിക്കും, എ ലിറ്റിൽ ആയിരിക്കും, ദ ലിറ്റിൽ ആയിരിക്കും. വളരെ സിമ്പിളായ ചാപ്റ്റർ ആണ്. വളരെ പെട്ടെന്ന് 1 മാർക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുമാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. ഈ ക്ലാസ് അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം ഈ ടോപ്പിക് എടുത്തതിന് ശേഷം നമ്മൾ ഒരു 25 ചോദ്യങ്ങള് പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു നോക്കും. ആ ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവസാനം വരെ തീർച്ചയായിട്ടും കാണണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി അമർത്തണം. അപ്പൊ നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം കൂടി ഒന്ന് പഠിക്കാൻ പോവാണ്. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമ്മൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഫ്യൂ എന്ന വേർഡും ലിറ്റിൽ എന്ന വേർഡും ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇല്ല എന്നാണ്. ഓക്കെ അല്ലേ? ഫ്യൂ എന്ന വാക്കിന്റെയും ലിറ്റിൽ എന്ന വാക്കിന്റെയും മീനിങ് ഇല്ല എന്നാണ്. അപ്പൊ ഓർത്ത് വെച്ചോ, എ ഫ്യൂ എന്ന് വെച്ചാൽ എന്താണ്? എ ഫ്യൂ കുറച്ച് എന്നാണ്. എ ലിറ്റിൽ സെയിം തന്നെ മീനിങ് ആണ്, കുറച്ച് എന്നാണ്. അപ്പൊ എ ഫ്യൂ എന്ന വാക്കിന്റെയും എ ലിറ്റിൽ എന്ന വാക്കിന്റെയും മീനിങ് ആണ് കുറച്ച്, കുറച്ചുണ്ട്, കുറച്ച്. കിട്ടിയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദ ഫ്യൂ, ദ ലിറ്റിൽ എന്നീ വാക്കുകളുടെ മീനിങ് എന്താണ്? കുറച്ച് എന്ന് തന്നെയാണ്. പക്ഷെ എക്സാക്ട് മീനിങ് കുറച്ചേ ഉള്ളൂ, ഉള്ളത് മുഴുവൻ എന്നാണ് മീനിങ്. അങ്ങനെ തന്നെ പഠിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. എ ഫ്യൂ, എ ലിറ്റിൽ എന്നീ വാക്കുകൾ, ഈ 2 വാക്കിന്റെയും മീനിങ് കുറച്ച് എന്നാണ്. ദ ഫ്യൂ, ദ ലിറ്റിൽ എന്ന വാക്കിന്റെ മീനിങ് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ളത് മുഴുവൻ എന്ന് വെച്ചാൽ കുറച്ചു കാര്യമേ ഉള്ളൂ. ആ ഉള്ളത് മുഴുവനെ പറ്റി സംസാരിക്കുമ്പോൾ ദ ഫ്യൂവോ ദ ലിറ്റിലോ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ എഴുതാം ഉള്ളത് മുഴുവൻ. ഫ്യൂ, ലിറ്റിൽ എന്നീ വാക്കിന്റെ മീനിങ് ഇല്ല എന്നാണ്. എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച് എന്നാണ്. ദ ഫ്യൂ, ദ ലിറ്റിൽ എന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ എന്നാണ് മീനിങ്. ഈ മീനിങ് പഠിച്ചാൽ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും കിട്ടും. അപ്പൊ പറഞ്ഞു എ ഫ്യൂ, അതാ കിട്ടുന്നില്ലേ? കുറച്ച്. പറഞ്ഞു എ ലിറ്റിൽ, സെയിം തന്നെയാണ് മീനിങ്, കുറച്ച്. അപ്പൊ നമ്മൾക്ക് 1-2 ചോദ്യങ്ങൾ ജസ്റ്റ് നോക്കാം. എക്സാമ്പിൾ, ഫ്യൂ മാംഗോസ് എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്തായിട്ട് വരും? മാമ്പഴങ്ങൾ ഇല്ല എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നോക്കിയേ, എ ഫ്യൂ മാംഗോസ് എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് കുറച്ച് മാമ്പഴങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പോ ഒരു എക്സാമ്പിൾ കൂടി, ദ ഫ്യൂ മാംഗോസ്. ഓക്കെ അല്ലേ? ഇതൊരു ചോദ്യ രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഫ്യൂ മാംഗോസ് എന്ന് വെച്ചാൽ മാമ്പഴങ്ങൾ ഇല്ല എന്നാണ് മീനിങ്. എ ഫ്യൂ മാംഗോസ് എന്ന് വെച്ചാൽ കുറച്ച് മാമ്പഴങ്ങൾ ഉണ്ട് എന്നാണ് മീനിങ്. ദ ഫ്യൂ മാംഗോസ് എന്ന് വെച്ചാൽ കുറച്ച് മാമ്പഴങ്ങൾ ഉണ്ട്, പക്ഷേ ആ ഉള്ളതിനെ പറ്റി സംസാരിക്കുമ്പോൾ ദ ഫ്യൂ മാംഗോസ് ഉപയോഗിക്കണം. കിട്ടിയല്ലോ? അതേപോലെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അടുത്ത ടൈപ്പ് ഒരു എക്സാമ്പിൾ, ലിറ്റിൽ ഷുഗർ. ഓക്കെ അല്ലേ? ഇതിന്റെ മീനിങ് എന്താണ്? ഷുഗർ ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ, എ ലിറ്റിൽ ഷുഗർ. ഇതിന്റെ മീനിങ് എന്താണ്? കുറച്ച് പഞ്ചസാര ഉണ്ട് എന്നാണ് മീനിങ്. അടുത്ത ഒരെണ്ണം, ദ ലിറ്റിൽ ഷുഗർ. ഇതിന്റെ മീനിങ് കുറച്ച് പഞ്ചസാര ഉണ്ട്, ആ ഉള്ളതിനെ പറ്റി സംസാരിക്കുമ്പോൾ ദ ലിറ്റിൽ ഷുഗർ എന്ന് ചേർക്കണം. കിട്ടിയല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഫ്യൂ എന്ന് വെച്ചാലും ലിറ്റിൽ എന്ന് വെച്ചാലും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ല എന്നാണ് മീനിങ്.
എ ലിറ്റിലും എ ഫ്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ച്. ദ ലിറ്റിൽ, ദ ഫ്യൂ, കുറച്ചേ ഉള്ളൂ, ആ ഉള്ളത് മുഴുവൻ. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് തന്നെ പറയാം. ആ ബോക്സ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലും ഒന്ന് വരച്ചു വെക്കണം. വരച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് അതിലേക്ക് കിടക്കാം. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. എന്ന് വെച്ചാൽ കൗണ്ടബിൾ മീൻസ് എന്താണ്? എണ്ണാൻ കഴിയുന്നത്. അൺകൗണ്ടബിൾ മീൻസ് എണ്ണാൻ കഴിയാത്തത്. എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ കൂടെയാണ് എന്തുപയോഗിക്കേണ്ടത്? ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ കൂടെയാണ് ഫ്യൂവിന്റെ ഗ്രൂപ്പിൽ പെടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫ്യൂവോ, എ ഫ്യൂവോ, ദ ഫ്യൂവോ ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ എഴുതി കൗണ്ടബിൾ, കൗണ്ടബിൾ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്നിവ ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിളിന്റെ കൂടെയായിരിക്കും. അൺകൗണ്ടബിൾ, അൺകൗണ്ടബിൾ. മനസ്സിലായല്ലോ? ഒരു നാമം, ഒരു നൗൺ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് കൗണ്ടബിൾ ആണോ, എണ്ണാൻ കഴിയുന്നതാണോ, അൺകൗണ്ടബിൾ ആണോ എന്ന്, എണ്ണാൻ കഴിയാത്തതാണോ എന്ന്. അപ്പൊ എന്താണ് നാമം അഥവാ നൗൺ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ചുറ്റുമുള്ള, നമ്മൾക്ക് കാണാൻ കഴിയുന്ന, നമ്മൾക്ക് സ്പർശിക്കാൻ കഴിയുന്ന എല്ലാം നൗൺസ് ആണ്. നൗണിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിളും അത് തന്നെയാണ്. വാട്ട് വി ക്യാൻ സീ അറൌണ്ട് us ഇസ് എ നൗൺ ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതൊരു നൗൺ ആണ്. കാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റായിട്ട്, ഇല്ലേ? സ്പർശിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് നൗൺ ആണ്. മനസ്സിലായല്ലോ? ഈ നൗൺ എന്താണ്? ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ വേറൊരു ചാപ്റ്ററിൽ എടുക്കുന്നതായിരിക്കും. ഇതിപ്പോ ഫ്യൂ, ലിറ്റിൽ എന്നൊരു ചാപ്റ്റർ എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞാണ് നൗൺ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് വി ക്യാൻ സീ അറൌണ്ട് us ആണ് നൗൺ. നമ്മൾക്ക് ചുറ്റുമുള്ള, നമ്മൾക്ക് കാണാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളെയും നൗൺ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കി, ഒരു നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ കൂടെ ഫ്യൂ ഗ്രൂപ്പേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ കൂടെ ലിറ്റിലിന്റെ ഗ്രൂപ്പേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കാം. ഞാനിവിടെ എഴുതി കൗണ്ടബിൾ എന്ന് എഴുതി, ഇവിടെ എഴുതി അൺകൗണ്ടബിൾ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഒന്നാമത്തത് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതിൽ പെടും? കൗണ്ടബിളിൽ പെടുമോ, കൗണ്ടബിളിൽ പെടും? ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുമ്പോൾ എണ്ണാൻ കഴിയും, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആപ്പിൾ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്. കിട്ടിയല്ലോ? മാംഗോ ഏതിൽ പെടും? വളരെ സിമ്പിൾ ആണ്, മാംഗോ. നിങ്ങൾക്ക് മനസ്സിലാവും, എണ്ണാൻ കഴിയുന്നുണ്ട്, മാംഗോ. അടുത്തതാണ് റൈസ്. റൈസ് ഞാൻ ഇവിടെ എഴുതി, റൈസ്. നോക്കിയേ, കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണാണോ ഈ റൈസ്? റൈസ് മീൻസ് അരി. അരി നമ്മൾക്ക് എണ്ണാൻ കഴിയൂ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അരി നമ്മൾക്ക് എണ്ണാൻ കഴിയൂ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അരി എണ്ണാൻ കഴിയുമോ ഇല്ലയോ? എടി, അതെ, ഈ അരിയില്ലേ, അരി എണ്ണാൻ പറ്റുമോ? ഞാൻ എണ്ണി നോക്കട്ടെ. എവിടെ അരി? എവിടെ ഇരിക്കണത്? എവിടാ? നോക്കിയേ, ഇത് അരിയാണ്. ഇത് 2314 അരിയുണ്ട്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അരി എണ്ണാൻ കഴിയില്ലേ? ഈ റൈസ് നമ്മൾക്ക് കൗണ്ടബിളിന്റെ താഴെ എഴുതാൻ പറ്റത്തില്ല. കാരണം റൈസ് ഞാൻ എണ്ണി ഏകദേശം 2314 അരി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്. കാരണം ഞാൻ ക്ലാസ്സിൽ വന്ന് അരി എണ്ണാൻ കഴിയാത്ത നാമമാണ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയും അരി എണ്ണാൻ കഴിയുമെന്ന് പറയും. അവർ വേണമെങ്കിൽ എണ്ണിയും കാണിച്ചു തരും. ഞാൻ ആദ്യമായി PSC പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ എനിക്ക് വന്നൊരു സംശയമാണ്, അരി എണ്ണാൻ കഴിയുമല്ലോ എന്ന്. പിന്നീട് പഠിച്ചു വന്നപ്പോൾ അത് മാറി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അരി ഒന്ന് കാണിച്ചത്. അരി എണ്ണാൻ കഴിയില്ല, അൺകൗണ്ടബിൾ ആണ്. അപ്പൊ നമ്മൾക്കൊന്ന് മനസ്സിലാക്കി പഠിക്കണം എന്താണ് കൗണ്ടബിൾ എന്നും എന്താണ് അൺകൗണ്ടബിൾ എന്നും.
ഒരുപക്ഷെ ഇതിന്റെ ചിത്രം കണ്ടാലോ അല്ലെങ്കിൽ അരി ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാലോ മനസ്സിലാവത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഓരോ നാമങ്ങളുടെ മുന്നിലും 1, 2, 3, 4 ഇങ്ങനെയുള്ള നമ്പർ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണാൻ കഴിയുമോ കഴിയില്ലേ എന്ന്. നോക്കാം. ആപ്പിളിന്റെ മുന്നിൽ 1 ആപ്പിൾ, 2 ആപ്പിൾ, 3 ആപ്പിൾ. അപ്പൊ എണ്ണാൻ കഴിയത്തില്ലേ? കണ്ട, സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, മാമ്പഴം, മാംഗോ. 1 മാങ്ങ, 2 മാങ്ങ, 3 മാങ്ങ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതും എണ്ണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അരി, റൈസ് അതിന് മുന്നിൽ ചേർത്തു. 1 അരി, 2 അരി, 3 അരി. കണ്ട, പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ പഠിക്കുമ്പോൾ പക്കയായിട്ട് വ്യക്തത കിട്ടും. കണ്ട, 1 അരി, 2 അരി, 3 അരി, 4 അരി എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കൗണ്ടബിൾ ആണോ? അല്ല. അപ്പോ അൺകൗണ്ടബിൾ ആണ്. കാരണം അരി നമ്മൾ പറയുന്നത് 1 കിലോ അരി, 1.5 കിലോ അരി, 1/2 കിലോ അരി, 1/4 കിലോ അരി ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്താണ് നോളജ്. നോളജ് എന്ന് പറയുന്ന വാക്ക്. 1 നോളജ്, 2 നോളജ്, 3 നോളജ്. അറിവ് എന്നാണ് മലയാളം. 1 അറിവ്, 2 അറിവ്, 3 അറിവ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ റൈസ് ഇവിടെ വരും, നോളജും ഇവിടെ തന്നെ വരും. നോളജ്. വളരെ സിമ്പിളായി കണ്ടെത്താവുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഓരോ നാമങ്ങളുടെ മുന്നിലും 1, 2, 3 എന്ന് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവും ഇത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അടുത്തൊരു വാക്കാണ് മിൽക്ക്. മിൽക്ക് ആലോചിച്ച് നോക്കി. മിൽക്ക് 1 പാല്, 2 പാല്, 3 പാല് എന്നൊന്നും നമ്മൾ പറയില്ല. സോ അൺകൗണ്ടബിൾ. മിൽക്ക്. വെള്ളത്തിന്റെ രൂപത്തിലുള്ള എല്ലാം അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളമോ? വാട്ടർ. വാട്ടറും ഇവിടെ തന്നെയല്ലേ വരത്തുള്ളൂ. വാട്ടർ വളരെ സിമ്പിൾ ആണ്. പറഞ്ഞു പോലും നോക്കണ്ട. നിങ്ങൾക്ക് അറിയാം വെള്ളം എണ്ണാൻ പറ്റത്തില്ലെന്ന്. 1 വെള്ളം, 2 വെള്ളം, 3 വെള്ളം എന്ന് പറയത്തില്ല. എളുപ്പമല്ലേ? പക്ഷെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കടയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് 1 കുപ്പി വെള്ളം ഇങ്ങ് വാങ്ങിച്ചിരുന്നു. അവിടെ 1 കുപ്പി വെള്ളം എന്നാണ് പറയുന്നത്. അത് കൗണ്ടബിൾ ആണ്. 1 കുപ്പി വെള്ളം അല്ലെങ്കിൽ 1 കുപ്പി പാല് എന്നൊക്കെ പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്. പക്ഷെ വെറുതെ പാലെന്നോ വെള്ളമെന്നോ അരിയെന്നോ ഒക്കെ പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്കാണ് മണി. പണം എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഭൂരിഭാഗം ആളുകളും വിചാരിക്കും പണം എണ്ണാൻ കഴിയും, സോ അത് കൗണ്ടബിൾ ആണ്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെച്ചോ, മണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്. ഞാൻ ബോക്സിലിട്ടു. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. പണം എന്ന വാക്കിന്റെ മുന്നിൽ ചേർത്ത് കൊടുക്കും. 1, 2, 3. 1 പണം, 2 പണം, 3 പണം, 4 പണം. ഇങ്ങനെ നിങ്ങൾ പറയാറുണ്ടോ? ഇല്ല. ഇങ്ങനെ പറയാൻ പറ്റാത്ത എല്ലാ വാക്കുകളും അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? പണം എന്ന് പറയുമ്പോൾ അതൊരു മൂല്യമാണ്. മണി. നമ്മൾ എണ്ണുന്നത് എന്താണ്? നോട്ടാണ്. നോട്ട് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്. കാരണം എണ്ണാൻ കഴിയും. 1000 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ 1 നോട്ട്, 2 നോട്ട്, 3 നോട്ട് എന്നൊക്കെ പറയാം. അതേപോലെയാണ് കോയിൻസ്. അപ്പൊ കോയിൻ എന്ന് പറയുന്ന വാക്കും എന്താണ്? നമുക്ക് എണ്ണാൻ കഴിയും. വളരെ സിമ്പിൾ അല്ലേ? കോയിൻ എന്ന വാക്ക് എണ്ണാൻ കഴിയും. സോ അതൊരു കൗണ്ടബിൾ ആണ്. പക്ഷെ മണി എന്ന് പറഞ്ഞാൽ അതൊരു മൂല്യമാണ്. സോ എണ്ണാൻ കഴിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ ഒരുപക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. വെള്ളം പിന്നെയും മനസ്സിലാവുമെന്ന് തോന്നുന്നു. മണി ആണ് ഇപ്പൊ പറഞ്ഞതിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ചോദ്യം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് അൺകൗണ്ടബിളും കൗണ്ടബിളും കണ്ടെത്തുന്ന സിമ്പിൾ ടെക്നിക്കാണ്. എങ്ങനെയായിരുന്നത്? അതിന്റെ മുന്നിൽ 1, 2, 3 ചേർത്ത് കൊടുക്കാൻ. മണി കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കിട്ടത്തില്ലേ ഗോൾഡ്? എണ്ണാൻ കഴിയും. ഗോൾഡ് എന്ന് പറയുമ്പോൾ ചേർത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ 1 സ്വർണം, 2 സ്വർണം, 3 സ്വർണം എന്ന് പറയാറുണ്ടോ? ഇല്ല. പറയാറില്ലാത്തതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? ഈ ഗോൾഡ് എങ്ങനെയാണ് കൗണ്ടബിൾ ആക്കി മാറ്റുന്നത്? അത് ചെയിൻ, നെക്ലസ് എന്നൊക്കെ പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്. കാരണം നമുക്ക് എണ്ണാൻ കഴിയും. എന്റെ കയ്യിൽ 1 നെക്ലസ് ഉണ്ട്, 2 നെക്ലസ് ഉണ്ട്, 3 നെക്ലസ് ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ എന്റെ കയ്യിൽ 1 സ്വർണ്ണമുണ്ട്, 2 സ്വർണ്ണമുണ്ട്, 3 സ്വർണ്ണമുണ്ട് എന്നൊന്നും പറയാറില്ല. ഇനി നോക്കി ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അൺകൗണ്ടബിൾ ആയിട്ടുള്ള നാമങ്ങൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള നാമങ്ങൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇതെല്ലാം സിംഗുലർ ആണ്. ഫ്യൂ, ലിറ്റിൽ എന്ന ടോപ്പിക്കിൽ നിന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 25ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓക്കെ അല്ലേ?
നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐ ഹാവ് ഡാഷ് ഇൻട്രസ്റ്റ് ഇൻ ദ മ്യൂസിക് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. ഏതാണ് ഇതിന്റെ ഉത്തരം? വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞേ ഉത്തരം. നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫോർമാറ്റിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഏതാണ് ഉത്തരം നോക്കാം. ഐ ഹാവ് ഡാഷ് ഇൻട്രസ്റ്റ് ഇൻ ദ മ്യൂസിക് എന്നല്ലേ. ഇൻട്രസ്റ്റിംഗ് എടുക്കാം. ഇതൊരു അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ പഠിച്ചു. അൺകൗണ്ടബിൾ ആണെങ്കിൽ ലിറ്റിൽ ഗ്രൂപ്പാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ കൂടെ ലിറ്റിൽ ഗ്രൂപ്പുകൾ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ലിറ്റിൽ ഉപയോഗിക്കാം, എ ലിറ്റിൽ ഉപയോഗിക്കാം, ദ ലിറ്റിൽ ഉപയോഗിക്കാം. എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണ് പറയുന്നതെങ്കിൽ എണ്ണാൻ കഴിയുന്നത്. കൗണ്ടബിൾ ആണെങ്കിൽ ഫ്യൂ ഗ്രൂപ്പ് ഉപയോഗിക്കാം. അതിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. ആപ്പിൾ എന്ന് പറയുമ്പോഴും മാംഗോ എന്നൊക്കെ പറയുമ്പോഴും, ആപ്പിൾസ് മാംഗോസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഫ്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ നമ്മൾ പഠിക്കുകയും ചെയ്തു, റൈസ് എണ്ണാൻ കഴിയാത്തതാണ്, മണി എണ്ണാൻ കഴിയാത്തതാണ്. ഇതൊക്കെ പറയുമ്പോൾ ലിറ്റിൽ ആണ് ഉപയോഗിക്കേണ്ടത്. ലിറ്റിൽ മണി, ലിറ്റിൽ റൈസ്, ലിറ്റിൽ നോളജ്, ലിറ്റിൽ ഇൻട്രസ്റ്റ്, ലിറ്റിൽ കോൺഫിഡൻസ്, ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഫ്യൂ മാംഗോസ്, ഫ്യൂ ആപ്പിൾസ് എന്നേ പറയാൻ പാടുള്ളൂ. കിട്ടിയല്ലോ? അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഇൻട്രസ്റ്റ് ആണ്, അൺകൗണ്ടബിൾ ആണെന്ന് മനസ്സിലായി, എണ്ണാൻ കഴിയാത്തതാണ്. സോ ഇതല്ലെങ്കിൽ ഇതേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നോക്കി, ഫ്യൂവും എ ഫ്യൂവും വെട്ടിക്കളയാം. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ലിറ്റിലാണോ എ ലിറ്റിലാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതിന്റെ അകത്ത് ഏതാണ് ആൻസർ എന്ന് കറക്റ്റ് ആയി കിട്ടണമെങ്കിൽ ചോദ്യം ഒരു തവണ കൂടി വായിക്കണം. ഐ ഹാവ് ഡാഷ് ഇൻട്രസ്റ്റ് ഇൻ ദ മ്യൂസിക് എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ നെഗറ്റീവായ ഒരു ടെൻസും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നില്ല. നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ലിറ്റിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതുകൂടി ഓർത്ത് വെച്ചു. എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? നമ്മൾ ആദ്യം പഠിച്ചു, ബോക്സിലിട്ട് പഠിച്ചു. ലിറ്റിൽ ഫ്യൂ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ലിറ്റിൽ ഫ്യൂ. ഇവിടെ എഴുതാം, ലിറ്റിൽ ഫ്യൂ എന്ന വാക്കിന്റെ മീനിങ് ഇല്ല എന്നാണ്. ഓക്കെ അല്ലേ? അതേപോലെ എ ലിറ്റിൽ, എ ലിറ്റിൽ, എ ഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം കുറച്ച് എന്നാണ്. ദ ലിറ്റിൽ, ദ ഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് മുഴുവൻ എന്ന് പറയുമ്പോഴാണ് ദ ലിറ്റിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലിറ്റിൽ ഫ്യൂ എന്ന ഈ വാക്ക് നെഗറ്റീവ് വാക്കാണ്, നെഗറ്റീവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ എഴുതിയ പെട്ടിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം, ലിറ്റിൽ ഫ്യൂ എന്ന വാക്ക് നെഗറ്റീവ് ആണ്. എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുണ്ടല്ലോ, സോ അതൊരു പോസിറ്റീവ് വാക്കാണ്. ഓക്കെ അല്ലേ? ദ ലിറ്റിലും ദ ഫ്യൂവും പോസിറ്റീവ് തന്നെയാണ്. ഒന്നും കൂടി പറയാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ കാര്യം മനസ്സിലായാലേ ചോദ്യത്തിൽ ഏതാണ് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് നമ്മൾക്ക് പക്കയായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോ പറഞ്ഞെന്താണ്? ലിറ്റിൽ, ലിറ്റിൽ ഫ്യൂ നെഗറ്റീവ് വാക്കാണ്, കാരണം ഇല്ല എന്നാണ് മീനിങ്. എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ടല്ലോ, സോ പോസിറ്റീവ് വാക്കാണ്. ദ ലിറ്റിൽ, ദ ഫ്യൂ പോസിറ്റീവ് ആണ്, കാരണം അതിന്റെ മീനിങ് ഉള്ളതെല്ലാം എന്നാണ് മീനിങ്. അപ്പൊ നോക്കാം, ചോദ്യത്തിൽ നെഗറ്റീവ് വല്ലതുണ്ടോ? ഐ ഹാവ് ഡാഷ് ഇൻട്രസ്റ്റ് ഇൻ ദ മ്യൂസിക് എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ നെഗറ്റീവ് ആശയങ്ങൾ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല, നെഗറ്റീവ് ആശയങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഉത്തരം എ ലിറ്റിൽ ആണ് ആൻസർ. ഐ ഹാവ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ദ മ്യൂസിക് എന്ന് വെച്ചാൽ എനിക്ക് മ്യൂസിക്കിൽ കുറച്ച് ആഗ്രഹമുണ്ട് എന്നാണ്. ഓക്കെ അല്ലേ? ലിറ്റിൽ, ഈ ലിറ്റിൽ ഒഴിവാക്കിയിട്ട് കാര്യമാണ് പഠിക്കേണ്ടത്. ചോദ്യത്തിൽ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. നേരെ മറിച്ച് ചോദ്യത്തിൽ നെഗറ്റീവ് ആശയം ഉണ്ടെങ്കിൽ ഇതായിരുന്നു ആൻസർ. ഓക്കെ അല്ലേ? ഇത്രയും മതി ഇതിന്റെ എക്സ്പ്ലനേഷൻ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ പോകുന്നു രണ്ടാമത്തെ ചോദ്യം. ഐ ഹാവ് ഗോട്ട് ഡാഷ് ബുക്സ്. ഓപ്ഷൻ ഒന്നുകൂടി പറയാൻ ചോദ്യം. ഐ ഹാവ് ഗോട്ട് ഡാഷ് ബുക്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. നോക്കാം, ഇവിടുത്തെ നൗൺ ബുക്കാണ്, അല്ലെങ്കിൽ ബുക്സ് ആണ്, പുസ്തകങ്ങൾ. എണ്ണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ബുക്കുകൾ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ എണ്ണുന്നതാണ് ഇല്ലേ? ബുക്കുകൾ എണ്ണാൻ പറ്റും. സോ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ ഏത് ഉപയോഗിക്കണം? ഏത് ഗ്രൂപ്പ് ഉപയോഗിക്കണം? ലിറ്റിൽ ഗ്രൂപ്പ് ഉപയോഗിക്കണോ ഫ്യൂ ഗ്രൂപ്പ് ഉപയോഗിക്കണം? വെരി ഗുഡ്, ഫ്യൂ ഗ്രൂപ്പ് ഉപയോഗിക്കണം. അപ്പോ ഇതും ഇതും തെറ്റാണ്.
ഓക്കെ അല്ലേ? ഫ്യൂവോ അല്ലെങ്കിൽ എ ഫ്യൂവോ ആയിരിക്കും ആൻസർ. അതിൽ ഇതാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയണമെങ്കിൽ ചോദ്യം വീണ്ടും വായിക്കണം. ഐ ഹാവ് ഗോട്ട് ഡാഷ് ബുക്സ്. ചോദ്യത്തിൽ നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. നെഗറ്റീവ് ആശയങ്ങളൊന്നുമില്ല. നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ഇത് വെട്ടിക്കളയാം. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ലിറ്റിൽ ഫ്യൂ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. അത് നെഗറ്റീവ് ആണ്. ചോദ്യത്തിൽ നെഗറ്റീവ് ഇല്ല, സോ ഫ്യൂ വെട്ടിക്കളയാം. അപ്പൊ ആൻസർ എ ഫ്യൂ ആണ് ഉത്തരം. സിമ്പിൾ അല്ലേ? ഐ ഹാവ് ഗോട്ട് എ ഫ്യൂ ബുക്സ്. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറയാം. ബുക്ക് എന്നുള്ളത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്. സോ ഫ്യൂ ഗ്രൂപ്പിൽ പെടുന്ന ഫ്യൂവോ അല്ലെങ്കിൽ എ ഫ്യൂവോ ദ ഫ്യൂവോ ആൻസറേ വരത്തുള്ളൂ. ഇതിലേതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നറിയണമെങ്കിൽ ചോദ്യം ഒരു തവണ കൂടി ജസ്റ്റ് ഒന്ന് വായിക്കണം. ജസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. ചോദ്യത്തിൽ നെഗറ്റീവ് ആശയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്യൂ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ ആൻസർ എ ഫ്യൂ ആണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. വുഡ് യു പ്ലീസ് അലോ മീ ടു സേ ഡാഷ് വേർഡ്സ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഡാഷിന്റെ അപ്പുറം നോക്കാം. ഡാഷിന്റെ അപ്പുറം വേർഡ്സ് ആണ്. വേർഡ്സ് എന്ന് പറയുമ്പോൾ വാക്കുകൾ എന്നാണ്. ഇത് എണ്ണാൻ കഴിയും? ഉറപ്പായിട്ടും എണ്ണാൻ കഴിയും. കാരണം ഒരു സെന്റൻസിൽ എത്ര വാക്കുകൾ ഉണ്ട് എന്ന് വരെ എണ്ണി നോക്കാറുണ്ട്. ചെറിയ ക്ലാസ്സിലൊക്കെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വന്ന് കാണും. ആ ചോദ്യം, ഈ സെന്റൻസിൽ എത്ര വാക്കുകളുണ്ട്? പിള്ളേർ എണ്ണി കണ്ടുപിടിക്കും. ഈ സെന്റൻസിൽ 13 വാക്കുണ്ട്, ഈ സെന്റൻസിൽ 10 വാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേർഡ്സ് എണ്ണാൻ കഴിയുന്ന വാക്കാണ്. ഇല്ലേ? വേർഡ്സ് എണ്ണാൻ കഴിയും. സിമ്പിൾ അല്ലേ? അപ്പൊ എണ്ണാൻ കഴിയുമെങ്കിൽ ഏത് ഗ്രൂപ്പ് വരും? ഫ്യൂ ഗ്രൂപ്പ് വരുമോ ലിറ്റിൽ ഗ്രൂപ്പ് വരുമോ? ഫ്യൂവിന്റെ ഗ്രൂപ്പേ വരത്തുള്ളൂ. നമ്മൾ ഇത് രണ്ടും വെട്ടി, ലിറ്റിലും എ ലിറ്റിലും. ഇങ്ങനെ ഓപ്ഷൻ വെട്ടി ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ശരി ഉത്തരം അറിയില്ല. അപ്പൊ ഏറ്റവും എളുപ്പ വഴി തെറ്റുത്തരം കണ്ടുപിടിക്കലാണ്. തെറ്റുത്തരം 3 തെറ്റായിരിക്കുമല്ലോ. ഒരു ഓപ്ഷനിൽ 3 ഉത്തരം തെറ്റായിരിക്കും. ഇത് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇത് കണ്ടെത്തിയ ഉറപ്പായിട്ടും മറ്റേ ശരിയായിരിക്കും, അല്ലെങ്കിൽ ആ ചോദ്യം മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ രണ്ടും വെട്ടി, കാരണം വേർഡ്സ് എണ്ണാൻ കഴിയുന്നതാണ്. ഇനി ചോദ്യം നമ്മൾ വീണ്ടും വായിക്കും. കാരണം എ ഫ്യൂ ആൻസർ ആയിട്ട് വരാം. ഇതിനകത്ത് ഏതാണ് ആൻസർ എന്ന് അറിയണമെങ്കിൽ ചോദ്യം വായിക്കണം. വുഡ് യു പ്ലീസ് അലോ മീ ടു സേ ഡാഷ് വേർഡ്സ്. ചോദ്യത്തിൽ നെഗറ്റീവ് ആശയങ്ങളൊന്നുമില്ല. ഇല്ലേ? നെഗറ്റീവ് ആണോ ചോദ്യം? അല്ല. സോ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്യൂ ഇട്ടുന്നു. അപ്പോ ഉത്തരം എ ഫ്യൂ ആണ്. വുഡ് യു പ്ലീസ് അലോ മീ ടു സേ എ ഫ്യൂ വേർഡ്സ്. കുറച്ച് വാക്കുകൾ പറയാൻ എന്നെ നിങ്ങൾ അനുവദിക്കുമോ? സിമ്പിൾ അല്ലേ? നമ്മൾ പോകുന്നു 4ാമത്തെ ചോദ്യം. ഡാഷ് വാട്ടർ ഇൻ ദ വെൽ വാസ് ഡർട്ടി എന്നാണ് ചോദ്യം. അതുകൊണ്ട് പറയാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെന്ന് കമന്റ് വന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ചോദ്യം, ഡാഷ് വാട്ടർ ഇൻ ദ വെൽ വാസ് ഡർട്ടി. ഓപ്ഷൻ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, ദ ലിറ്റിൽ. നോക്കാം. ഡാഷിന് ശേഷം വാട്ടർ ആണ്, വെള്ളം. വെള്ളം എണ്ണാൻ കഴിയുമോ? നമ്മൾ നേരത്തെ പഠിച്ചാണ്. 1 വെള്ളം, 2 വെള്ളം, 3 വെള്ളം, 4 വെള്ളം, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. സോ വെള്ളം എണ്ണാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഏത് ഉപയോഗിക്കണം? ഏത് ഗ്രൂപ്പ് ഉപയോഗിക്കണം? ലിറ്റിൽ ഗ്രൂപ്പ് ഉപയോഗിക്കണം. അപ്പൊ ലിറ്റിൽ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരെണ്ണമേ ആൻസറായി വരത്തുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. ഫ്യൂ. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ ഒരേ ഒരു ലിറ്റിലെ ഇവിടെ ഉള്ളൂ. കണ്ടാ, വളരെ സിമ്പിൾ അല്ലേ? എന്താണ് അപ്പൊ ഇതിന്റെ മലയാളം അർത്ഥം? ദ ലിറ്റിൽ വാട്ടർ ഇൻ ദ വെൽ വാസ് ഡർട്ടി എന്ന് വെച്ചാൽ ആ കിണറ്റിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ വെള്ളം മുഴുവനും ചീത്തയായിരുന്നു. വളരെ സിമ്പിൾ അല്ലേ? ദ വെച്ചുള്ള ഒരു ചോദ്യവും ഒരു ഉത്തരവും കയറി വന്നു. ദ ലിറ്റിൽ, ദ ഫ്യൂ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ദ ലിറ്റിൽ, ദ ഫ്യൂ ഉപയോഗിക്കേണ്ടത്? അതായത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളതിനെ പറ്റി മുഴുവനും പറയുന്ന ചോദ്യങ്ങളില്ലേ? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളതിനെ പറ്റി മുഴുവനും പറയുന്ന ഇതേപോലത്തെ ചോദ്യമില്ലേ? ദ വാട്ടർ ഇൻ ദ വെൽ വാസ് ഡർട്ടി എന്ന് വെച്ചാൽ കുറച്ച് വെള്ളമേ ആ കിണറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ഉള്ളത് മുഴുവനും ചീത്തയായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലുള്ള ചോദ്യങ്ങളിലാണ് ദ ലിറ്റിലോ ദ ഫ്യൂയോ ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ വാട്ടർ ആണ്. വാട്ടർ മീൻസ് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ദ ഫ്യൂ ഒഴിവാക്കി, പകരം ദ ലിറ്റിൽ ഉപയോഗിച്ചു. വാട്ടറിന് പകരം കൗണ്ടബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും മാംഗോന്നോ അല്ലെങ്കിൽ ഓറഞ്ചെന്നോ അല്ലെങ്കിൽ ബുക്കെന്നോ എന്നൊക്കെ പറയുകയാണെങ്കിലാണ് ഫ്യൂയിലോട്ട് കടക്കുന്നത്. കിട്ടിയല്ലോ? സിമ്പിൾ അല്ലേ?
അപ്പോൾ നമ്മൾ പോകുന്നു 5, 6, 7 ചോദ്യങ്ങളിലേക്ക്. 5ാമത്തെ ചോദ്യം, വുഡ് യു ലൈക്ക് ടു ട്രൈ ഡാഷ് വൈൻ എന്നാണ് ചോദ്യം. എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓരോ എക്സാമും ഞാൻ ഏതാണെന്ന് എടുത്തു പറയുന്നില്ല, കാരണം ഒട്ടുമിക്ക പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യം എങ്ങനെയാണ്, വുഡ് യു ലൈക്ക് ടു ട്രൈ ഡാഷ് വൈൻ? ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. നോക്കാം, ഡാഷിന് ശേഷം വൈനാണ്. വൈൻ എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയില്ല. വൈൻ ഒരു ബോട്ടിലാണെങ്കിൽ എണ്ണാൻ കഴിയും, അവിടെ ബോട്ടിൽ ഓഫ് വൈൻ എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിൽ എണ്ണാൻ കഴിയും. വെറുതെ വൈൻ എന്ന് പറയുന്ന രൂപത്തെ എണ്ണാൻ കഴിയില്ല. സിമ്പിൾ അല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. വൈൻ ഒരു ബോട്ടിലാണ് നമുക്ക് എണ്ണാൻ കഴിയില്ലേ, 10 ബോട്ടിൽ വൈൻ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ വൈൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ മാത്രം നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പൊ നോക്കി, വൈൻ എന്ന് പറഞ്ഞാൽ അതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്, എണ്ണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്യൂവിനെയും എ ഫ്യൂവിനെയും ഒഴിവാക്കാം, കാരണം ഇത് കൗണ്ടബിളിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ലിറ്റിലാണോ എ ലിറ്റിലാണോ ആൻസർ എന്നറിയാൻ ചോദ്യം ഒന്ന് വീണ്ടും വായിച്ചാൽ മതി. വുഡ് യു ലൈക്ക് ടു ട്രൈ ഡാഷ് വൈൻ? ചോദ്യത്തിൽ നെഗറ്റീവ് ആശയങ്ങൾ ഒന്നും സൂചിപ്പിക്കുന്നില്ല, ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെട്ടിക്കളയാം, ലിറ്റിൽ വെട്ടിക്കളയാം, നെഗറ്റീവ് ഇല്ല. സോ ആൻസർ ലിറ്റിൽ വൈൻ. നമ്മൾ പോകുന്നു 6ാമത്തെ ചോദ്യം. There are dash students in the class എന്നാണ് ചോദ്യം. ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. നോക്കാം, ഡാഷിന് ശേഷം സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ കുട്ടികൾ. എണ്ണാൻ കഴിയുമോ? ഉറപ്പായിട്ടും കഴിയും, കാരണം ക്ലാസ്സുകളിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വരെ ഉള്ളതാണ്, ഇത്ര കുട്ടികളുണ്ടെന്നും പറഞ്ഞു. അപ്പൊ കുട്ടികളെയൊക്കെ എണ്ണാൻ കഴിയും. സിമ്പിൾ ആണ്, കുട്ടികളെ എണ്ണാൻ കഴിയും. സോ ലിറ്റിൽ, എ ലിറ്റിൽ വെട്ടിക്കളയാം. അപ്പൊ ആൻസർ ഫ്യൂവും വരാം, എ ഫ്യൂവും വരാം. ഏതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നറിയാൻ ചോദ്യം വായിക്കാം. There are dash students in the class എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ നെഗറ്റീവായ ഒന്നിനെയും സൂചിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്യൂ വെട്ടാം, ആൻസർ എ ഫ്യൂ ആണ്. നമ്മൾ പോകുന്നു 7ാമത്തെ ചോദ്യം. There is dash butter left. ബട്ടർ, ബട്ടർ എന്ന് വെച്ചാൽ വെണ്ണ. There is dash butter left, we need to buy more എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഫ്യൂ, എ ഫ്യൂ, ലിറ്റിൽ, ദ ലിറ്റിൽ. അപ്പൊ നമുക്ക് നോക്കാം, ഡാഷിന് ശേഷം ബട്ടർ എന്നാണ്, വെണ്ണ എന്നാണ്. ബട്ടർ എന്ന് വെച്ചാൽ അത് എണ്ണാൻ കഴിയുമോ? കൗണ്ടബിൾ ആണോ, അൺകൗണ്ടബിൾ ആണോ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കോ, വൈനിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞില്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? വൈൻ എന്ന് പറഞ്ഞാൽ അത് എണ്ണാൻ കഴിയില്ല. പക്ഷേ കുപ്പിയിലാണ് വൈൻ, ബോട്ടിൽ ഓഫ് വൈൻ, ഗ്ലാസ് ഓഫ് വൈൻ എന്നൊക്കെ പറയുമ്പോൾ അത് എണ്ണാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഈ ബട്ടറിന്റെ കാര്യം. ബട്ടർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് എണ്ണാൻ കഴിയില്ല. പക്ഷെ പാക്കറ്റ്, ബട്ടറിന്റെ ഒരു പാക്കറ്റ് ആണ്, അല്ലെങ്കിൽ ബട്ടർ ട്രെയിലാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ട്രെയിനെ നമുക്ക് എണ്ണാൻ കഴിയും. അപ്പൊ ബട്ടർ എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് എണ്ണാൻ കഴിയില്ല. സോ ഇതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്, എണ്ണാൻ കഴിയാത്ത നാമമാണ്. അപ്പൊ എണ്ണാൻ കഴിയാത്തതാണെങ്കിൽ ഏത് ഗ്രൂപ്പാണ് ഉപയോഗിക്കേണ്ടത്? ലിറ്റിലാണ്. ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി, ഫ്യൂവും എ ഫ്യൂവും. അപ്പൊ ആൻസർ ഒന്നില്ലെങ്കിൽ ലിറ്റിൽ വരാം, അല്ലെങ്കിൽ ദ ലിറ്റിൽ വരാം. ഏതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നറിയണമെങ്കിൽ ചോദ്യം വായിക്കണം. ചോദ്യം, there is dash butter left, we need to buy more. നോക്കേ, we need to buy more എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചധികം വാങ്ങാനുണ്ട്, അല്ലെ നമുക്ക് കുറച്ചും കൂടി വാങ്ങണം എന്നാണ് മീനിങ്. ലിറ്റിൽ ആണ് ഇതുകൊണ്ട് ആൻസർ കിട്ടിയ. there is little butter left, we need to buy more എന്ന് വെച്ചാൽ ബട്ടർ ഒന്നും ബാക്കി ഇരിക്കുന്നില്ല, നമ്മൾക്ക് ഇനിയും വാങ്ങാനുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ആൻസർ ദ ലിറ്റിൽ വരാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ ലിറ്റിൽ വരണമെങ്കിൽ ആ ഉള്ളതിനെ കുറിച്ച് സംസാരിക്കണം. കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളത് മുഴുവൻ നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് മുഴുവൻ ചീത്തയാണ്, കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് മുഴുവൻ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, അങ്ങനെയൊക്കെ പറയുന്ന കണ്ടീഷനിലാണ് ദ ലിറ്റിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദ ഫ്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? നമ്മൾ 7 ചോദ്യങ്ങൾ പഠിച്ചു. നമ്മൾ പോകുന്നു 8, 9, 10 ചോദ്യങ്ങളിലേക്ക്. 8ാമത്തെ ചോദ്യം, there is dash money in the purse, it is empty. ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ചോദ്യമാണ്.
ഞാൻ ആദ്യം മുതൽ പറഞ്ഞു, മണി എന്ന വാക്ക് കണ്ടാൽ ഉടനെ അത് ബോക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. മണി എന്ന് വെച്ചാൽ പണം എന്നാണ് മീനിങ്. അതൊരു മൂല്യമാണ്. സോ അത് എണ്ണാൻ കഴിയില്ല. നമ്മളുടെ പോക്കറ്റിൽ കിടക്കുന്ന നോട്ട്, കോയിൻ ഒക്കെ നമുക്ക് എണ്ണാൻ കഴിയും. അതൊക്കെ കൗണ്ടബിൾ ആണ്. പക്ഷെ മണി എന്ന മൂല്യത്തെ നമുക്ക് എണ്ണാൻ കഴിയില്ല. സോ ഇതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയാത്ത നാമമാണ്. അപ്പൊ എണ്ണാൻ കഴിയാത്ത നാമമാണെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ലിറ്റിൽ ഗ്രൂപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നില്ലെങ്കിൽ ലിറ്റിലാണ്, അല്ലെങ്കിൽ എ ലിറ്റിലാണ്. ഇതിലേതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നറിയാൻ എന്ത് ചെയ്യണം? ചോദ്യം വായിച്ചാൽ പോരെ. അപ്പൊ ചോദ്യം നമ്മൾ ഒന്നും കൂടി വായിക്കുന്നു. There is dash money in the purse, it is empty എന്നാണ് ചോദ്യം. ഈ വാക്ക് നോക്കി, it is empty, അത് കാലിയാണ്. അതൊരു നെഗറ്റീവ് ആശയമല്ലേ? അല്ലേ? അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫ്യൂ ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ ലിറ്റിൽ ആയിരിക്കും. ഇവിടെ മണി വന്നിട്ടുണ്ട്, മണി എണ്ണാൻ കഴിയാത്തതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ലിറ്റിലാണ്. കണ്ട, വളരെ സിമ്പിൾ അല്ലേ? ലിറ്റിൽ ചേർക്കുമ്പോൾ ഇതിന്റെ ആശയം എങ്ങനെ വരും? പേഴ്സിൽ there is dash money in the purse എന്ന് വെച്ചാൽ പേഴ്സിൽ പണമൊന്നുമില്ല, അതുകൊണ്ട് അത് കാലിയാണ്. എളുപ്പമല്ലേ? പക്ഷെ എ ലിറ്റിൽ ചേർക്കുമ്പോൾ ഇതിന്റെ ആശയം കംപ്ലീറ്റ് മാറും. എ ലിറ്റിൽ മീൻസ് കുറച്ച് ഉണ്ടെന്നാണല്ലോ. there is a little money in the purse എന്ന് പറയുമ്പോൾ പേഴ്സിൽ കുറച്ച് പണമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എംപ്റ്റി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ അല്ലേ? ആശയം കൊണ്ട് മാറും. ഇതിന്റെ ആശയം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. ആശയം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടിയുള്ള സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ചോദ്യത്തിൽ നെഗറ്റീവ് ആശയത്തെ സൂചിപ്പിച്ചാൽ ലിറ്റിലോ ഫ്യൂവോ ആയിരിക്കും ആൻസർ. അതിന്റെ അകത്ത് ഏതാണ് ആൻസർ എന്നറിയണമെങ്കിൽ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കിയാൽ മതി. നമ്മൾ പോകുന്നു 9ാമത്തെ ചോദ്യം. ഐ ഡ്രാങ്ക് ഡാഷ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്ലാസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ലിറ്റിൽ, ദ ലിറ്റിൽ, ഫ്യൂ, ദ ഫ്യൂ. ഓക്കെ അല്ലേ? വാട്ടർ എടുക്കാം. നേരത്തെയും വന്നു വാട്ടറിന്റെ ഒരു ചോദ്യം, വീണ്ടും വരുന്നു വാട്ടറിന്റെ ചോദ്യം. വാട്ടർ ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. വാട്ടർ മീൻസ് ഒരു വെള്ളം രണ്ട് വെള്ളം പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഏത് ഉപയോഗിക്കാം? ലിറ്റിൽ ഗ്രൂപ്പ് ഉപയോഗിക്കാം. അപ്പൊ ലിറ്റിൽ ആൻസർ ആവാം, എ ലിറ്റിൽ ആൻസർ ആവാം, ദ ലിറ്റിലും ആൻസർ ആവാം. അപ്പൊ രണ്ടും വെട്ടി. ബാക്കി രണ്ട് ഓപ്ഷൻ ലിറ്റിലും ഉണ്ട്, ദ ലിറ്റിലും ഉണ്ട്. ഇനി ഇതിലേതാണ് ആൻസർ? ചോദ്യമായി ഐ ഡ്രാങ്ക് ഡാഷ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്ലാസ് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ലിറ്റിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥത്തിന് പ്രശ്നം വരും. ഐ ഡ്രാങ്ക് ലിറ്റിൽ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളവും ഞാൻ കുടിച്ചില്ല എന്നായിപ്പോ ആശയം. അത് മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ തെറ്റാണ്. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ദ ലിറ്റിൽ. ജസ്റ്റ് ഇതിന്റെ മലയാളം ആശയം കൂടി മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ലിറ്റിൽ ചേർക്കുമ്പോൾ തെറ്റല്ലേ? കാരണം ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് നമ്മൾ കുടിക്കുകയും ചെയ്തു. അപ്പൊ ദ ലിറ്റിൽ ചേർക്കുമ്പോൾ ഇതിന്റെ ആശയം എങ്ങനെ വരും? ഐ ഡ്രാങ്ക് ലിറ്റിൽ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം അദ്ദേഹം ഞാൻ കുടിക്കുകയും ചെയ്തു. കിട്ടിയല്ലോ. അപ്പൊ ആൻസർ ദ ലിറ്റിൽ ആണ്. ഡാഷ് പേഴ്സൺസ് ഹാവ് ക്ലൈംബഡ് മൗണ്ട് എവറസ്റ്റ്. ഓപ്ഷൻ ദ ഫ്യൂ, എ ഫ്യൂ, ഫ്യൂ, നൺ ഓഫ് ദിസ്. നോക്കാം. പേഴ്സൺസ് എണ്ണാൻ കഴിയുമോ? ഉറപ്പായിട്ടും എണ്ണാൻ കഴിയും. ഇത്ര ആൾക്കാരുണ്ടെന്നൊക്കെ നമുക്ക് പറയാം, എണ്ണി പറയാം. അപ്പൊ എണ്ണാൻ കഴിയുന്നത് കൊണ്ട് ഇതൊരു കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഫ്യൂ ഉപയോഗിക്കാം, എ ഫ്യൂ ഉപയോഗിക്കാം, ദ ഫ്യൂ ഉപയോഗിക്കാം. അപ്പോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ആൻസർ. തെറ്റാണെന്ന് മനസ്സിലായി. നൺ ഓഫ് ദിസ്. നേരെ ചോദ്യത്തിലോട്ട് പോകും. ഡാഷ് പേഴ്സൺസ് ഹാവ് ക്ലൈംബഡ് മൗണ്ട് എവറസ്റ്റ്. ഇതിലേതാണ് ആൻസർ എന്നറിയണമെങ്കിൽ ചോദ്യത്തിന്റെ ആശയം കൂടി മനസ്സിലാക്കണം. മൗണ്ട് എവറസ്റ്റ് ആരും കയറിയിട്ടില്ല എന്നാവും ഈ ഫ്യൂ ചേർക്കുമ്പോൾ. ഈ ഫ്യൂ ചേർത്ത് കൊടുത്താൽ മൗണ്ട് എവറസ്റ്റ് ആരും കയറിയിട്ടില്ല എന്നാവും. അത് ശരിയല്ലല്ലോ. കാരണം മൗണ്ട് എവറസ്റ്റ് ഒരുപാട് പേര് കയറിയിട്ടില്ലേ? ഇല്ലേ? നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സത്യമാണ്. അപ്പൊ മൗണ്ട് എവറസ്റ്റ് കുറച്ചു പേര് കയറിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. എ ഫ്യൂ പേഴ്സൺസ് ഹാവ് ക്ലൈംബഡ് മൗണ്ട് എവറസ്റ്റ് എന്ന് വെച്ചാൽ മൗണ്ട് എവറസ്റ്റ് കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്.
ദ ഫ്യൂ വരാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുറച്ച് പേരെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിലാണ് ഇവിടെ ദ ഫ്യൂ ഒക്കെ വരുന്നത്. സിമ്പിൾ അല്ലേ? അതായത് മൗണ്ട് എവറസ്റ്റ് കുറച്ച് പേര് കയറിയിട്ടുണ്ട്, ആ കുറച്ച് പേര് ഏറ്റവും നല്ല ക്ലൈംബേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ ദ ഫ്യൂ പേഴ്സൺസ് എന്ന് പറഞ്ഞ് എടുത്ത് പറയാം. കിട്ടിയല്ലോ? അപ്പൊ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, ഇത് മനസ്സിലായല്ലോ. 10 ചോദ്യങ്ങൾ വളരെ വളരെ സിമ്പിൾ ആണ്, സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുമാണ്, ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നു 11, 12, 13 ചോദ്യങ്ങളിലേക്ക്. നമ്മൾ 4 ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. 11, 12, 13, 14. അപ്പോ 11ാമത്തെ ചോദ്യം, ഡാഷ് മെമ്പേഴ്സ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഓപ്ഷൻ ഫ്യൂ, എ ലിറ്റിൽ, ലിറ്റിൽ. ഉത്തരം ഏതാണ്? മെമ്പേഴ്സ് എണ്ണാൻ കഴിയും, അംഗങ്ങൾ ഇല്ലേ? അപ്പൊ എണ്ണാൻ കഴിയുന്നതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂ ആയിരിക്കാം. ചോദ്യത്തിൽ നെഗറ്റീവ് വല്ലതുമുണ്ടോ? ഡാഷ് മെമ്പേഴ്സ് അറ്റൻഡഡ് ദ മീറ്റിംഗ്, എവിടെയെങ്കിലും നെഗറ്റീവ് ആശയമുണ്ടോ? ഇല്ല. സോ ഇത് വെട്ടിക്കളയാം. ഉത്തരം എ ഫ്യൂ. കുറച്ച് ആളുകളെ മീറ്റിംഗിന് പങ്കെടുത്തുള്ളൂ. മലയാളാർത്ഥം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് ഉള്ളിൽ നെഗറ്റീവ് ഇല്ല. സോ ഫ്യൂ വെട്ടിക്കളയാം. ഉത്തരം എ ഫ്യൂ ആണ്. എളുപ്പമല്ലേ? ഇത് കൂടുതൽ പറയാണ്ടല്ലോ, വളരെ സിമ്പിൾ ആയ ചോദ്യമല്ലേ. അടുത്തത് 12ാമത്തെ ചോദ്യം, ഹി ഹാഡ് ഡാഷ് മണി വിത്ത് ഹിം ആൻഡ് വാസ് സ്റ്റാർവിംഗ്. LDC പോലുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്, ഒത്തിരി ആളുകൾ തെറ്റിച്ച ചോദ്യവുമാണ്, പക്ഷെ വളരെ സിമ്പിൾ ചോദ്യവുമാണ്. ഹി ഹാഡ് ഡാഷ് മണി വിത്ത് ഹിം ആൻഡ് വാസ് സ്റ്റാർവിംഗ്. സ്റ്റാർവിംഗ് മീൻസ് പട്ടിണി. ഓപ്ഷൻ എ ഫ്യൂ, എ ലിറ്റിൽ, ഫ്യൂ, ലിറ്റിൽ. ഓക്കെ, ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. വെറുതെ കേട്ടിരുന്നാലും മാത്രം ഒന്നും കിട്ടത്തില്ല. എഴുതിയെടുത്ത് എന്തെങ്കിലുമൊക്കെ അതിന്റെ മലയാള ഭാഷകൾ കിട്ടണമെങ്കിൽ അതും കൂടിയൊക്കെ എഴുതിയെടുക്കണം. അപ്പൊ നോക്കി, ഹി ഹാഡ് ഡാഷ് മണി വിത്ത് ഹിം, ഡാഷിന് ശേഷം മണി വന്നു. മണി വന്നാൽ അപ്പൊ ബോക്സ് ഇട്ടോണോ? മണി വന്നാൽ ഉടനെ ബോക്സ് ആണ്. ഓക്കെ അല്ലേ? മണി എന്നത് എണ്ണാൻ കഴിയാത്താണ് എന്ന് നമ്മൾ 2-3 തവണയെ പറയുന്നത്. മണി ഒരു അൺകൗണ്ടബിൾ ആണ്. സോ ലിറ്റിലിന്റെ ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പൊ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ലിറ്റിൽ വരാം, അല്ലെങ്കിൽ ലിറ്റിൽ വരാം. സ്യൂട്ടബിൾ ആൻസർ അറിയാൻ ചോദ്യം വായിക്കണം. ഹി ഹാഡ് ഡാഷ് മണി വിത്ത് ഹിം ആൻഡ് വാസ് സ്റ്റാർവിംഗ്. വാസ് സ്റ്റാർവിംഗ്, പട്ടിണിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആശയമല്ലേ? ഇല്ലേ? നെഗറ്റീവ് ആശയമല്ലേ? കണ്ട, വളരെ സിമ്പിൾ അല്ലേ? നെഗറ്റീവ് ആശയമായതുകൊണ്ട് ആൻസർ ലിറ്റിൽ ആണ്. കിട്ടിയല്ലോ? ഈ ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. ഹി ഹാഡ് ഡാഷ് മണി വിത്ത് ഹിം ആൻഡ് വാസ് സ്റ്റാർവിംഗ്. നമ്മൾ ലിറ്റിലായിട്ട് ആൻസർ കിട്ടി. ഇനി ലിറ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഹി ഹാഡ് ലിറ്റിൽ മണി വിത്ത് ഹിം എന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. സോ അവൻ പട്ടിണിയിലായിരുന്നു എന്നാണ് മീൻ. അത് കറക്റ്റ് അല്ലേ? പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് പട്ടിണിയിലായിരുന്നു. പക്ഷേ എ ലിറ്റിൽ ചേർത്താൽ ആശയം കംപ്ലീറ്റ് മാറും. എ ലിറ്റിൽ ചേർത്ത് കൊടുക്കാം. ഹി ഹാഡ് എ ലിറ്റിൽ മണി വിത്ത് ഹിം എന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കുറച്ച് പണം ഉണ്ടായിരുന്നു. അവൻ പട്ടിണിയിലായിരുന്നു എന്ന് വീണ്ടും പറയാൻ പറ്റില്ല. കാരണം പണം ഉണ്ടല്ലോ, പിന്നെ പട്ടിണിയിലാവേണ്ട ആവശ്യമില്ലല്ലോ. പണം ഇല്ലായിരുന്നു, അതുകൊണ്ട് പട്ടിണിയിലായിരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സോ ആൻസർ ഇസ് ലിറ്റിൽ. അപ്പൊ ഉത്തരം അപ്പൊ ചോദ്യം 13, ഡാഷ് നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. ഇതൊരു മലയാളത്തിലെ പഴഞ്ചൊല്ല് കൂടിയാണ്. അല്പജ്ഞാനം അപകടകരം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അറിവ് ഒട്ടുമില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ അറിവില്ലാത്തവന്റെ പോലെ പെരുമാറുള്ളൂ. പക്ഷെ കുറച്ചറിവുണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ എല്ലാം അറിയുന്നവന്റെയൊക്കെ പോലെ പെരുമാറും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് വന്നത്. അല്പജ്ഞാനം എന്ന് വെച്ചാൽ കുറച്ച് എന്നർത്ഥം വരുന്ന ഏതെങ്കിലും വാക്കുണ്ടോ? ഇത് കിടക്കുന്നു എ ലിറ്റിൽ. അപ്പോ ഉത്തരം എ ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. ഈ ചോദ്യം കാണാപ്പാടം പഠിച്ചു വെച്ചാലും മതി, പഴഞ്ചൊല്ലുകൾക്ക് വ്യത്യാസം വരാറില്ല. കിട്ടിയല്ലോ? സിമ്പിൾ അല്ലേ? ആശയവും ഞാൻ പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. ലിറ്റിലൊക്കെ ചേർത്താൽ അറിവ് ഒട്ടുമില്ലെന്നായി പോകും. ഇതാ ലിറ്റിൽ ചേർക്കണമെങ്കിൽ ആ അറിവിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാം. നമ്മൾ പോകുന്നു 14ാമത്തെ ചോദ്യം. ആഡ് ഡാഷ് ഷുഗർ ടു ദ ടീ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലിറ്റിൽ, ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. ഷുഗർ, പഞ്ചസാര എണ്ണാൻ കഴിയുമോ? ഒരു ലെൻസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കെടുത്ത് എണ്ണി നോക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയൊക്കെ നോക്കാം. പക്ഷേ പഞ്ചസാര മുമ്പിൽ ചേർത്ത് കൊടുക്കും. 1 പഞ്ചസാര, 2 പഞ്ചസാര, 3 പഞ്ചസാര അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എണ്ണാൻ കഴിയത്തില്ല. ഇതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നാമമാണ്. ഞാൻ എഴുതി അൺകൗണ്ടബിൾ ആണ്. സോ ലിറ്റിൽ ഉപയോഗിക്കാം,
എ ലിറ്റിൽ ഉപയോഗിക്കാം, ദ ലിറ്റിൽ ഉപയോഗിക്കാം. ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ശരി. ചോദ്യത്തിൽ എവിടെയെങ്കിലും നെഗറ്റീവ് ഉണ്ടോ നോക്ക്. ആഡ് ഡാഷ് ഷുഗർ ടു ദ ടീ. നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. സോ ഇത് കിട്ടി. ഉത്തരം എ ലിറ്റിൽ. വളരെ സിമ്പിൾ അല്ലേ? ചായയിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യൂ. നമ്മൾ പോകുന്നു 15, 16, 17, 18 ചോദ്യങ്ങളിലേക്ക്. പതിനഞ്ചാമത്തെ ചോദ്യം. only dash children like thrillers. Option a few, a little. ചിൽഡ്രൻ എന്ന വാക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഒരു സെന്റൻസിൽ only എന്ന പദം വന്നാൽ, ഒരു സെന്റൻസിൽ only എന്ന ഒരു വേർഡ് വന്നാൽ ഉത്തരം എ ലിറ്റിലോ എ ഫ്യൂവോ ആയിരിക്കും. ഞാനിവിടെ എഴുതാം. ഒരു സെന്റൻസിൽ ഒള്ളി എന്ന പദം വന്നാൽ അതിന്റെ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. ബോക്സിലിട്ടു. ഇതൊക്കെ ബുക്കില് എവിടെയെങ്കിലും ഒക്കെ എഴുതി ഒരു വ്യത്യസ്തമായ കളർ കൊണ്ടൊക്കെ എഴുതി ബോക്സിലിട്ട് വെക്കണം. എന്നാലേ ഭാവിയിൽ നിങ്ങളുടെ ബുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുള്ളൂ. ബോക്സിലിടേണ്ട കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ കളറിലൊക്കെ എഴുതി വെക്ക്. 2-3 പേനയും കൊണ്ടൊക്കെ എഴുതി വെക്കുമ്പോൾ ഇംഗ്ലീഷ് 20 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ആ പുസ്തകം കാണുമ്പോൾ പഠിക്കാനും തോന്നും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ എന്താണ്? ഒള്ളി എന്ന വാക്ക് ഒരു സെന്റൻസിൽ വന്നാൽ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചേക്ക്. നോക്കാം. only dash children like thrillers. only വന്നു. അപ്പൊ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് വെട്ടി, ഇതും വെട്ടി. ഓക്കെ അല്ലേ? ഇനി നോക്കാം ഇന്നത്തെ ഏതാണ് സ്യൂട്ടബിൾ ആൻസർ. ചിൽഡ്രൻ എന്ന വാക്കുണ്ട്. കുട്ടികൾ എണ്ണാൻ കഴിയത്തില്ലേ? കുട്ടികൾ എണ്ണാൻ കഴിയുന്ന ഒരു നൗണാണ്. അതൊരു കൗണ്ടബിൾ ആണ്. സോ ഏത് ഉപയോഗിക്കാം? ഫ്യൂ ഉപയോഗിക്കാം. വളരെ സിമ്പിൾ അല്ലേ? എണ്ണാൻ കഴിയുന്നത് കൊണ്ട്. എണ്ണാൻ കഴിയാത്ത എന്തെങ്കിലും വാക്കായിരുന്നെങ്കിൽ അവിടെ എ ലിറ്റിൽ വരുമായിരുന്നു. ഒള്ളി വന്നാൽ ഉത്തരം എ ലിറ്റിലായിരിക്കും, അല്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും. കിട്ടിയല്ലോ? കുറച്ച് കുട്ടികൾ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. ഡാഷ് നോവൽസ് ഐ ഹാവ് റെഡ് ദിസ് ഇയർ ആർ റൊമാൻറ്റിക് നോവൽസ്. ഒന്നുകൂടി പറയാം. ഡാഷ് നോവൽസ് ഐ ഹാവ് റെഡ് ദിസ് ഇയർ ആർ റൊമാൻറ്റിക് നോവൽസ്. ഓപ്ഷൻ എ ഫ്യൂ, ദ ഫ്യൂ, ലിറ്റിൽ, ദ ലിറ്റിൽ. അപ്പൊ ഉത്തരം ഏതാണ്? ഓക്കെ. ഡാഷിന് ശേഷം നോവൽസ് വന്നു. നോവൽസ് ഉറപ്പായിട്ടും എണ്ണാൻ കഴിയും. കാരണം എത്ര നോവൽസ് നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണമൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എണ്ണാൻ കഴിയുന്നതാണ്, കൗണ്ടബിൾ ആണ്. അപ്പൊ ഉപയോഗിക്കേണ്ടത് ഫ്യൂ ഗ്രൂപ്പാണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പൊ ഉത്തരം ഒന്നില്ലെങ്കിൽ ദ ഫ്യൂ ആവാം, അല്ലെങ്കിൽ എ ഫ്യൂ ആവാം. എ ഫ്യൂവിന്റെ അർത്ഥം എന്താണ്? കുറച്ച് എന്നാണ്. ഉടനെ എഴുതാം. എ ഫ്യൂ കുറച്ച് എന്നാണ് അർത്ഥം. ദ ഫ്യൂവിന്റെ മീനിങ് എന്താണ്? ഉള്ളതെല്ലാം. അവിടെയും കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളതെല്ലാം എന്ന് പറയുമ്പോൾ ദ ഫ്യൂ. അപ്പൊ ഇവിടെ ഞാൻ എഴുതി ഉള്ളതെല്ലാം. കുറച്ചേ ഉള്ളൂ, ആ ഉള്ളതെല്ലാത്തിനെയും പറയുമ്പോഴാണ് ദ ഫ്യൂ ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ വർഷം ഞാൻ കുറച്ച് നോവലേ വായിച്ചിട്ടുള്ളൂ. ആ ഉള്ളതെല്ലാം, ആ വായിച്ചതെല്ലാം റൊമാൻറ്റിക് ആയ നോവൽസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ദ ഫ്യൂ ചേർക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരം ദ ഫ്യൂ. ഒന്നുകൂടി പറയാം. ദ ഫ്യൂ, ദ ലിറ്റിൽ എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളതെല്ലാം എന്നാണ്. എന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളതെല്ലാം നമ്മൾ എടുത്തു പറയില്ലേ. അപ്പോഴാണ് ദ ഫ്യൂവോ ദ ലിറ്റിലോ ഉപയോഗിക്കേണ്ടത്. നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ അവിടെ ദ ഫ്യൂ വരും. നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ അവിടെ ദ ലിറ്റിൽ വരും. ഈ ചോദ്യം നോക്കി. ഡാഷ് നോവൽസ് ഐ ഹാവ് റെഡ് ദിസ് ഇയർ ആർ റൊമാൻറ്റിക് നോവൽസ്. ഈ വർഷം ഞാൻ കുറച്ച് നോവലേ വായിച്ചിട്ടുള്ളൂ. ആ ഉള്ളതെല്ലാം, ആ വായിച്ചതെല്ലാം റൊമാൻറ്റിക് നോവൽസ് ആയിരുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് തിരഞ്ഞിട്ട് ദ ഫ്യൂ.
കിട്ടിയല്ലോ. ഇത് കൂടുതൽ പറയണ്ടല്ലോ, സിമ്പിൾ അല്ലേ. എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പേർക്ക് തെറ്റിപ്പോകുന്ന ചോദ്യമാണ്. നമ്മൾ പോകുന്നത് 17ാമത്തെ ചോദ്യം. ഡാഷ് നോളജ് ഹാവ് ഓഫ് ഇംഗ്ലീഷ് വാസ് അക്വേർഡ് ഫ്രം മൈ ടീച്ചർ. ഓക്കെ അല്ലേ. നോളജ് എന്ന വാക്ക് കിടക്കുന്നു ഡാഷിന് ശേഷം. കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഒരറിവ്, രണ്ടറിവ്, മൂന്നറിവ് എന്നൊന്നും പറയാറില്ലല്ലോ. സോ അതൊരു അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കാണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഏതാണ്? ലിറ്റിൽ ഗ്രൂപ്പാണ്. ലിറ്റിൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇതും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഉത്തരം എ ലിറ്റിൽ വരാം, അല്ലെങ്കിൽ ദ ലിറ്റിൽ വരാം. ചോദ്യം വായിക്കാം. ഡാഷ് നോളജ് ഹാവ് ഓഫ് ഇംഗ്ലീഷ് വാസ് അക്വേർഡ് ഫ്രം മൈ ടീച്ചർ. എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് അറിവേ ഉള്ളൂ, പക്ഷേ ആ അറിവ് മുഴുവനും എന്റെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് ഇതിന്റെ ആശയം. ഓക്കെ, ആ ഉള്ളതെല്ലാം എന്ന് വീണ്ടും വന്നു ഇല്ലേ. എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് അറിവേ ഉള്ളൂ, ആ ഉള്ളതെല്ലാം എനിക്ക് എന്റെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഉത്തരം ദ ലിറ്റിൽ. മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം. ഈ ചോദ്യം നോളജ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്തതാണ്. അപ്പൊ ലിറ്റിലിന്റെ ഗ്രൂപ്പിൽ പെടുന്നത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉത്തരം ഒന്നില്ലെങ്കിൽ എ ലിറ്റിൽ വരാം, ദ ലിറ്റിൽ വരാം. ഏതാണ് സ്യൂട്ടബിൾ ആൻസർ എന്നറിയാൻ നമ്മുടെ ചോദ്യത്തിന്റെ ആശയം കൂടി ഒന്ന് മനസ്സിലാക്കി. ഡാഷ് നോളജ് ഹാവ് ഓഫ് ഇംഗ്ലീഷ് വാസ് അക്വേർഡ് ഫ്രം മൈ ടീച്ചർ. എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് അറിവേ ഉണ്ടായിരുന്നുള്ളൂ, ആ അറിവ് മുഴുവനും എന്റെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉള്ളതെല്ലാം എന്ന ആശയം സൂചിപ്പിച്ചു. സോ ആൻസർ ഈസ് ദ ലിറ്റിൽ. സിമ്പിൾ അല്ലേ. നമ്മൾ പോകുന്നു 18ാമത്തെ ചോദ്യം. ഹി ഹാസ് ഓൺലി ഡാഷ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ഓപ്ഷൻ ഫ്യൂ, എ ഫ്യൂ, ലിറ്റിൽ, എ ലിറ്റിൽ. വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ പെടുന്നതാണ്. ഇതേ ബോർഡിൽ കിടക്കുന്നു. ഒള്ളി വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. അപ്പൊ ലിറ്റിൽ വെട്ടിക്കളയാം, ഫ്യൂവും വെട്ടിക്കളയാം. അപ്പൊ ആൻസർ എ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. കാരണം ഒള്ളി എന്ന വാക്ക് കിടപ്പുണ്ട്. ഒള്ളി എന്ന വാക്ക് കിടപ്പുണ്ട്. ലെറ്റേഴ്സ് എണ്ണാൻ കഴിയുമോ? അക്ഷരങ്ങൾ എണ്ണാൻ കഴിയുമോ? ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 24 അക്ഷരങ്ങളുണ്ട്. അത് എണ്ണിയതല്ലേ. അപ്പൊ അക്ഷരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും എണ്ണാൻ കഴിയും ഇല്ലേ. അപ്പൊ അക്ഷരങ്ങൾ എണ്ണാൻ കഴിയുന്നതാണ്. സോ ഇതൊരു കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ ഏത് ഗ്രൂപ്പ് ഉപയോഗിക്കണം? ഫ്യൂ ഗ്രൂപ്പ് ഉപയോഗിക്കണം. കൗണ്ടബിൾ ആണെങ്കിൽ ഫ്യൂ ആൻസർ ആവാം, എ ഫ്യൂ ആൻസർ ആവാം, ദ ഫ്യൂ വേണമെങ്കിൽ ആൻസർ ആയി മാറാം. നോക്കാം. ഒരെണ്ണമേ ഉള്ളൂ വെട്ടാത്തത്, എ ഫ്യൂ. ഹി ഹാസ് ഓൺലി എ ഫ്യൂ ലെറ്റേഴ്സ് ടു റൈറ്റ് ആണ് ശരി. കാരണം ഒള്ളി വന്നതുകൊണ്ടാണ് നമ്മൾ എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ ആൻസറായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. എ ലിറ്റിൽ വെട്ടിക്കളഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ലെറ്റേഴ്സ് എണ്ണാൻ കഴിയുന്നതാണ്. സോ എ ലിറ്റിൽ വെട്ടിക്കളയാം. അപ്പൊ ഉത്തരം എ ഫ്യൂ ആണ്. 18 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ പോകുന്നു 19, 20, 21 ചോദ്യങ്ങളിലേക്ക്. The well has dash water, so we have to arrange it from our neighbors എന്നതാണ് ചോദ്യം. വാട്ടർ ഒരു എണ്ണാൻ കഴിയാത്ത നാമമാണ്. അപ്പൊ ഞാൻ ഫ്യൂ വെട്ടി. ആൻസർ ലിറ്റിൽ വരാം, എ ലിറ്റിലും വരാം, ദ ലിറ്റിലും വേണമെങ്കിൽ വരാം. അതുകൊണ്ട് നൺ ഓഫ് ദിസ് വെട്ടുന്നില്ല, അവിടെ കിടക്കട്ടെ. ഇനി നോക്കിയേ. ദ വെൽ ഹാസ് ഡാഷ് വാട്ടർ, സോ വി ഹാവ് ടു അറേഞ്ച് ഇറ്റ് ഫ്രം അവർ നെയ്ബേഴ്സ് അല്ലേ. ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ്? സോ വി ഹാവ് ടു അറേഞ്ച് ഇറ്റ് ഫ്രം അവർ നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾക്ക് അയൽക്കാരുടെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നല്ലേ. അപ്പൊ കിണറ്റിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഓക്കെ അല്ലേ. കിണറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അയൽക്കാരുടെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലേ. അപ്പൊ കുറച്ച് എന്നൊക്കെയുള്ളത് തെറ്റല്ലേ. പിന്നെ വെള്ളത്തിനെ പറ്റി വീണ്ടും സംസാരിക്കുകയാണെങ്കിലല്ലേ നൺ ഓഫ് ദിസ് ആയ ദ ലിറ്റിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലേ. ഉള്ളതെല്ലാം, ആ വെള്ളം ഉള്ളതെല്ലാം എന്നൊക്കെ പറയുമ്പോഴല്ലേ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഉത്തരം ലിറ്റിലാണ്. അപ്പൊ അർത്ഥവും കറക്റ്റ് ആയിട്ട് വരും. എങ്ങനെ വരും? കിണറ്റിൽ വെള്ളം ഇല്ല, അതുകൊണ്ട് അയൽക്കാരുടെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയും മതി. സിമ്പിൾ അല്ലേ. നമ്മൾ പോകുന്നു 20ാമത്തെ ചോദ്യം. ദ വെൽ ഹാസ് ഡാഷ് വാട്ടർ. ഈ ചോദ്യം തന്നെയല്ല ഇത്, വ്യത്യാസമുണ്ട്. ദ വെൽ ഹാസ് ഡാഷ് വാട്ടർ ബട്ട്
നോട്ട് ഇനഫ് ടു വാഷ് യുവർ കാർ. ഓപ്ഷൻ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. വാട്ടർ എന്നത് അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ കഴിയില്ല. സോ ഫ്യൂവും എ ഫ്യൂവും വെട്ടി. ഉത്തരം ഒന്നില്ലെങ്കിൽ ലിറ്റിൽ ആവാം, അല്ലെങ്കിൽ എ ലിറ്റിൽ ആവാം. ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് അറിയാൻ ചോദ്യം വായിക്കാം. The well has dash water, but not enough to wash your car. But not enough to wash your car. പക്ഷേ നിന്റെ കാറ് കഴുകാൻ ആവശ്യമുള്ള വെള്ളം അതിലില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്. കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നിന്റെ കാറ് കഴുകാൻ ആവശ്യമുള്ള വെള്ളം അതിലില്ല എന്നല്ലേ ആശയം. സോ ഇവിടെ ആൻസർ എ ലിറ്റിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയ ആൻസർ ആവത്തുള്ളൂ. ചോദ്യവും ഉത്തരവും ബോക്സിലിട്ട് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകുന്ന ചോദ്യവുമാണ്. ദ വെൽ ഹാസ് ലിറ്റിൽ വാട്ടർ. കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നിന്റെ കാറ് കഴുകാൻ ആവശ്യമുള്ള വെള്ളം അതിലില്ല. ഇവിടെ നിങ്ങൾ ലിറ്റിൽ ചേർത്ത് കൊടുക്കൂ എന്ന് വിചാരിക്കും. നിങ്ങൾ ലിറ്റിലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആശയം എങ്ങനെ വരും? ദ വെൽ ഹാസ് ലിറ്റിൽ വാട്ടർ. കിണറ്റിൽ വെള്ളം ഇല്ല, പക്ഷേ നിന്റെ കാറ് കഴുകാനുള്ള വെള്ളം അതിലില്ല എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കി എവിടെയെങ്കിലും. കിണറ്റിൽ വെള്ളമില്ല, പക്ഷേ നിന്റെ കാറ് കഴുകാനുള്ള വെള്ളം അതിലില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കിണറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ നിന്റെ കാറ് കഴുകാനുള്ള വെള്ളം അതിലില്ല. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോകുന്നു 21ാമത്തെ ചോദ്യം. കഴിയാറായി, നിർത്തി പോകരുത്. 21ാമത്തെ ചോദ്യം. I have dash oranges, so I can give one to the child. ഒന്ന് പറയാം. I have dash oranges, so I can give to the child. Option few, a few, a little, little. Oranges എന്ന് പറയുമ്പോൾ അതൊരു കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? ഒരു ഓറഞ്ച്, 2 ഓറഞ്ച്, 3 ഓറഞ്ച്, 50 ഓറഞ്ച്, 100 ഓറഞ്ച് എന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ? സോ കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ ഇത് വെട്ടിക്കളയാം. ഫ്യൂ വരാം, അല്ലെങ്കിൽ എ ഫ്യൂ വരാം. സ്യൂട്ടബിൾ ആൻസർ അറിയാൻ ചോദ്യം വായിക്കണം. ഐ ഹാവ് ഓറഞ്ചസ്, സോ ഐ ക്യാൻ ഗിവ് വൺ ടു ദ ചൈൽഡ്. അതുകൊണ്ട് ഒരെണ്ണം എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. എന്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിലല്ലേ എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആൻസർ ആയിട്ട് ഏത് വരും? ഓറഞ്ച് എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഫ്യൂവോ, എ ഫ്യൂവോ, ദ ഫ്യൂവോ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കയ്യിൽ കുറച്ച് ഓറഞ്ച് ഉള്ളത് കൊണ്ട് അതിലൊരെണ്ണം എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. ആൻസർ ഈസ് എ ഫ്യൂ. സിമ്പിൾ അല്ലേ? ഇവിടെയും നിങ്ങൾ ഫ്യൂ ആണ് ആൻസറായി എഴുതുന്നെങ്കിൽ ആശയം എങ്ങനെ വരും? ഐ ഹാവ് ഫ്യൂ ഓറഞ്ചസ്. എന്റെ കയ്യിൽ ഓറഞ്ച് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. എന്റെ കയ്യിൽ ഓറഞ്ച് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. തെറ്റല്ലേ അത്? എന്റെ കയ്യിൽ കുറച്ച് ഓറഞ്ചുകളുണ്ട്, അതുകൊണ്ട് അതിലൊരെണ്ണം എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. അതല്ലേ ശരി? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോകുന്നു 22ാമത്തെ ചോദ്യം. ഡാഷ് വെൽത്ത് he had inherited from his parents has been wasted എന്നാണ് ചോദ്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. ഡാഷ് വെൽത്ത് he had inherited from his parents has been wasted. ഓപ്ഷൻ few, a few, the little, a little. നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. വെൽത്ത്, സമ്പാദ്യം എണ്ണാൻ കഴിയോ? ഒരു സമ്പാദ്യം, 2 സമ്പാദ്യം എന്നൊക്കെ പറയോ? എണ്ണാൻ കഴിയുമോ? ഇല്ല. ആലോചിക്കുമ്പോൾ ശരിയല്ലേ? സോ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണ് എന്ന് മനസ്സിലായല്ലോ. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഏത് ഉപയോഗിക്കാം? ലിറ്റിലോ, എ ലിറ്റിലോ, ദ ലിറ്റിലോ ഉപയോഗിക്കാം. ഇത് തെറ്റാണ്. ഇത് 2 മനസ്സിലായി. അപ്പൊ ഉത്തരം ദ ലിറ്റിൽ അല്ലെങ്കിൽ എ ലിറ്റിൽ ആയിരിക്കും. ഈ ചോദ്യം വായിച്ചു നോക്കി അർത്ഥം കിട്ടാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു കാര്യം പറയാം. ഒരു ചോദ്യത്തിൽ 2 മെയിൻ വെർബുകൾ ഉണ്ടെങ്കിൽ ഉത്തരം ദ ലിറ്റിലോ ദ ഫ്യൂവോ വരത്തുള്ളൂ.
ഒന്നും കൂടി ഞാൻ പറയാം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറഞ്ഞ കാര്യം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ ഇതേപോലുള്ള നീളമുള്ള ചോദ്യങ്ങളും നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ഇൻഹെറിറ്റഡ് പോലുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ അർത്ഥം മനസ്സിലാവത്തില്ല. അങ്ങനെ അർത്ഥം മനസ്സിലാവാത്ത ആൾക്കാർക്കും പെട്ടെന്ന് ഉത്തരം എന്ന് വെച്ചാൽ ടപ് 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 എന്ന് ഉത്തരം കിട്ടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും വേണ്ടി ഒരു കാര്യം പറയാം. ഒരു ചോദ്യത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്, എന്ന് വെച്ചാൽ ഫ്യൂ ലിറ്റിൽ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിൽ രണ്ട് മെയിൻ വെർബുകൾ ഉണ്ടെങ്കിൽ, ഒരു ചോദ്യത്തിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം, ഒരു ചോദ്യത്തിൽ രണ്ട് മെയിൻ വെർബുകൾ ഉണ്ടെങ്കിൽ ഉത്തരം ദ ഫ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ദ ലിറ്റിൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു ചോദ്യത്തിൽ രണ്ട് മെയിൻ വെർബുകൾ ഉണ്ടെങ്കിൽ ഉത്തരം ദ ഫ്യൂവോ ദ ലിറ്റിലോ ആയിരിക്കും. അപ്പൊ നോക്കാം, രണ്ട് മെയിൻ വെർബ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇൻഹെറിറ്റഡ് എന്നൊരു മെയിൻ വെർബ് ഉണ്ട്, ഇൻഹെറിറ്റഡ്. അതേപോലെ വേസ്റ്റഡ് എന്നൊരു മെയിൻ വെർബ് ഉണ്ട്. സിമ്പിൾ അല്ലേ ഈ പറഞ്ഞത്? രണ്ട് മെയിൻ വെർബ് ഉണ്ട്. അപ്പൊ ഉത്തരം ദ ഫ്യൂവോ ദ ലിറ്റിലോ ആയിരിക്കും. ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ദ ഫ്യൂ ഇവിടെ ഇല്ല, ഉത്തരം ദ ലിറ്റിൽ. ദ ഫ്യൂ ഇവിടെ ഉണ്ടെങ്കിലും തെറ്റാണ്, കാരണം വെൽത്ത് ഒരു എണ്ണാൻ കഴിയാത്ത നാമമാണ്. സോ ലിറ്റിലെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റിൽ ഗ്രൂപ്പിൽ പെടുന്നത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ ഉത്തരം ദ ലിറ്റിലാണ്. ദ വെൽത്ത് ഹി ഹാഡ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് പാരന്റ്സ് ഹാസ് ബീൻ വേസ്റ്റഡ് എന്ന് വെച്ചാൽ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് അവന് കിട്ടിയ ഭൂസ്വത്ത് അല്ലെങ്കിൽ സ്വത്ത് അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇതിന്റെ ആശയം. രണ്ട് മെയിൻ വെർബുകൾ ഒരു ചോദ്യത്തിൽ വന്നാൽ അതിന്റെ ഉത്തരമായി ദ ഫ്യൂവോ ദ ലിറ്റിലോ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇത് കൂടുതൽ പറയണ്ടല്ലോ, മനസ്സിലായല്ലോ. ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു കാര്യം ബോക്സിൽ എഴുതി വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ നീളമുള്ള ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഈ ഫ്യൂ ലിറ്റിൽ എന്ന് വരുന്ന ചോദ്യങ്ങളിൽ രണ്ട് മെയിൻ വെർബുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം നിങ്ങൾ വായിക്കുക പോലും വേണ്ട, രണ്ട് മെയിൻ വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ ദ ഫ്യൂ ഉണ്ടോ എന്ന് നോക്കാം, ദ ലിറ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കിടക്കുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപാട് റേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ട്രിക്ക് പഠിച്ചു വെച്ചാലും PSC പരീക്ഷ ഈസി ആയി കിട്ടും, വളരെ ഈസി. SSCക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ അർത്ഥം കൂടി മനസ്സിലാക്കേണ്ടി വരും. PSCക്ക് അങ്ങനെ അർത്ഥം മനസ്സിലാക്കണ്ട എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾക്ക് പോകാം 23, 24, 25 ലാസ്റ്റ് സെക്ഷൻ ചോദ്യങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ പോകുന്നു 23, 24, 25 എന്ന് വെച്ചാൽ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി നിങ്ങൾ കമന്റ് ചെയ്യണം. ചോദ്യം ഞാൻ വായിക്കാം. ഐ ടേക്ക് ഡാഷ് ഷുഗർ ഇൻ മൈ കോഫി ബട്ട് നോട്ട് മച്ച്. ഓപ്ഷൻ എ ഫ്യൂ, എ ലിറ്റിൽ, ലിറ്റിൽ. എഴുതിയെടുത്തല്ലോ, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഐ ഹാവ് ഡാഷ് മണി ടു ബൈ ദിസ് മൊബൈൽ. സോ ബാലൻസ് amount is to be arranged. Option little, a little, few, a few. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കണം. ലാസ്റ്റ് ചോദ്യം 25ാമത്തെ ചോദ്യം. എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലും മതി. ഞാൻ പറയാം ലാസ്റ്റ് ചോദ്യം. He has dash oranges in his hand, comma, so he can't give one to the child. Option little, the few, a few, none of this. അപ്പോ നമ്മൾ ഫ്യൂ ലിറ്റിൽ എന്നീ ചാപ്റ്റർ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും ചെയ്തു നോക്കി. PSC മാത്രമല്ല SSC പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി. ആ ചോദ്യങ്ങൾ കൂടി ചെയ്ത ഇനി വരാൻ പോകുന്ന
ചോദ്യരീതിയും നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 3 എണ്ണത്തിന്റെയും ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. ഈ ക്ലാസ് മുഴുവനും കണ്ട ആൾക്കാർക്ക് മാത്രമേ ഇത് കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കം വരെ കണ്ട് നിർത്തിപ്പോയ ആൾക്കാർക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കറിയാം, ഈ ചോദ്യങ്ങൾ മുഴുവനും വളരെ സിമ്പിൾ ആണ്, ഇതെല്ലാം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് നിർത്തിപ്പോയ ആൾക്കാർക്കും ഒന്നും കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. മുഴുവനും ഇത് കണ്ട ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരും. ഇംഗ്ലീഷിന്റെ എല്ലാ ചാപ്റ്ററും നമ്മൾ എടുത്തു തീർക്കും. നിശ്ചിതമായ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ മോഡലും നമ്മൾ പഠിക്കും. അതിനുശേഷം പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കും. ഇംഗ്ലീഷിൽ 20ൽ 20 മാർക്കും നമ്മൾ സ്കോർ ചെയ്യും. മാത്സിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. മാത്സിന്റെ ക്ലാസ് സൗമ്യ എന്നൊരാൾ എടുക്കും. അപ്പോൾ അതിന്റെയും എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. അപ്പോൾ ഒരുപാട് നന്ദി.